സാഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. അമേരിക്കയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി റഷ്യയുടെ സ്റ്റെൽത്ത് വിമാനങ്ങൾ. അമേരിക്കയുടെ റാപ്റ്റർ 22, F-35 എന്നീ യുദ്ധവിമാനങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയാണ് റഷ്യയുടെ Su-57 ഫെലോൺ, Su-75 എന്നീ യുദ്ധവിമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ Su-52 ഉത്പാദനം നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിലും Su-75 യാഥാർത്ഥ്യമായിരുന്നില്ല. ഇപ്പോഴിതാ Su-75 യാഥാർത്ഥ്യമാക്കി ആദ്യ പ്രോട്ടോ പരീക്ഷണം നടന്നിരിക്കുന്നു. വിമാനം ഇന്ത്യ ഉൾപ്പെടെ പല സൗഹൃദ രാജ്യങ്ങൾക്കും നൽകുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അമേരിക്ക ആർക്കും നൽകാതെ കാത്തു സൂക്ഷിക്കുന്ന F-35 ഒരു പഴങ്കഥയാകും. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നത് തനിക്ക് വളരെ നിസ്സാര കാര്യമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തൻ്റെ ഭരണകാലത്ത് നിരവധി യുദ്ധങ്ങൾ പരിഹരിച്ചതായും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൗസിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായുള്ള ഉച്ചഭക്ഷണത്തിനിടയിലുള്ള സംസാരത്തിനിടയിലാണ് ട്രംപ് ഈ വിധം പരാമർശിച്ചത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള സംഘർഷം നടക്കുന്നുണ്ടെന്ന് താൻ മനസ്സിലാക്കുന്നുവെന്നും അത് പരിഹരിക്കാമെന്നുണ്ടെങ്കിൽ നിസ്സാരവുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം US തനിക്ക് ഭരിക്കേണ്ടതുണ്ട്, പക്ഷേ യുദ്ധങ്ങൾ പരിഹരിക്കുന്നത് തനിക്ക് ഇഷ്ടമാണെന്നും ട്രംപ് ആവർത്തിച്ചു. ഡൽഹിയിലെ MP-മാരുടെ ഫ്ളാറ്റിൽ തീപിടുത്തം. BD മാർഗിലെ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെൻറ്റിലാണ് ശനിയാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാസേന എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അഗ്നിരക്ഷാസേനയുടെ 6 യൂണിറ്റുകളാണ് നിലവിൽ സ്ഥലത്തുള്ളത്. ഇന്ത്യ-ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് നാളെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ തുടക്കം. ഈ വർഷം ആദ്യം ചാമ്പ്യൻസ് ട്രോഫി കളിച്ച ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ആദ്യമായി ഇന്ത്യൻ കുപ്പായത്തിൽ കളിക്കാനെത്തുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓസ്ട്രേലിയക്കെതിരെ അവരുടെ മണ്ണിൽ ഏകദിനത്തിൽ അസാധാരണമായ റെക്കോർഡുകളാണ് ഇരുവർക്കും ഉള്ളത്. സെന്റ് റീത്ത സ്കൂളിന് തിരിച്ചടി. വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഉത്തരവിന് സ്റ്റേ ഇല്ല. വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DEOയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന സ്കൂളിൻ്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. സ്കൂളിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും പെൺകുട്ടിയെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ തുടരാൻ അനുവദിക്കണമെന്നുമാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്മേലായിരുന്നു സ്കൂള് സ്റ്റേ ആവശ്യപ്പെട്ടത്. എന്നാൽ ഹൈക്കോടതി സ്റ്റേ തള്ളിക്കളയുകയായിരുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.